ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചില്ലേ എന്നെ നിനക്ക് എന്നെ കിട്ടണേന്ന്? വിളിച്ചാ വിളി കേൾക്കും. ഏതായാലും പ്രാർത്ഥന മുടക്കണ്ട. പോയാൽ ഉണ്ണേട്ടൻ എപ്പോ തിരിച്ചു വരും? വന്ന് വന്ന് ഇപ്പൊ ഒരു നിമിഷം പോലും എന്നെ കാണാണ്ടിരിക്കാൻ വയ്യെന്നായി അല്ലേ? എനിക്കും അങ്ങനെ തന്നെ. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നും. ശാരിയെ ഹോസ്റ്റലിൽ ചേർത്ത ഉടനെ ഞാൻ മടങ്ങി വരും. ഒരുപക്ഷെ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ? രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തേടി. ഏതായാലും ഉദ്യോഗത്തിന് പോവല്ലേ, ശരിക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് കരുതി. അതാ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ദേവനോട്ട് സ്വകാര്യം പറയാൻ എന്നെ ഒഴിവാക്കിയല്ലേ? ഉദ്യോഗക്കാരിയായപ്പോ പെണ്ണിന്റെ ഒരു പവർ കണ്ടില്ലേ? ദേ മുറപ്പെണ്ണൊക്കെയാ, അത് സമ്മതിച്ചു. കല്യാണം കഴിയാതെ എന്നോട് കളിച്ചാലുണ്ടല്ലോ. കളിച്ചാ നീ എന്ത് ചെയ്യടി? ഞാൻ അമ്മയോട് പറയും. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വഴിക്കുവാ ചേട്ടാ, സമയം ഒരുപാടായി. പോട്ടെ ചേട്ടത്തിയമ്മേ. അതെ അതെ, വേഗം ചെല്ല്. വാന്ന് പോയിട്ട് വരട്ടെ അമ്മേ. മോളെ, പട്ടണമാണ്, സൂക്ഷിക്കണം. ആഹാരമൊക്കെ ശരിക്ക് കഴിക്കണം. ആ, എണ്ണ മാറി തേച്ച് അസുഖമൊന്നും വരുത്തരുത്. കുറുന്തൂട്ടിട്ട് കാച്ചി എണ്ണ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, അത് തേച്ചാ മതി. ഒരു മുലക്കുപ്പിയും കൂടെ എടുത്ത് കൊടുക്കാറുന്നില്ലേ? പെണ്ണ് പന പോലെ വളർന്നിട്ടും കൈക്കുഞ്ഞാണെന്നാ വിചാരം. പോടാ അവിടുന്ന്. അവൾ എത്ര വളർന്നാലും എനിക്ക് കുട്ടിയാ. അമ്മ വിഷമിക്കരുത്, ചെന്ന ഉടനെ കത്തയക്കാം. വാ മോളെ. പാട്രിക്, 8 കോടി രൂപയുടെ ബ്രൗൺ ഷുഗറുമായിട്ടാണ് അവൻ രക്ഷപ്പെട്ടത്. എനിക്ക് അവനെ പിടിച്ചേ പറ്റൂ. എന്തോ താൻ പിടിക്കും. ചെല്ലടോ, ഇത് പിടിച്ചേച്ചു വാ. അല്ല പിന്നെ ഇവിടെ അവൻ എന്റെ ചേർക്കനാ. താൻ അവൻ അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. താൻ എന്റെ നിലപാട് മനസ്സിലാക്കുന്നത് എന്താ? ജോലി പോകുന്ന പ്രശ്നമാണ് ഇത്. വലിയൊരു ഇഷ്യൂ. എന്തോ നിഷ്യൂ? മോനെ ശിവരാമ, കളിക്കല്ലേ. അവനെ തൊട്ടാ കളി മാറും, ഞാൻ കളി മാറ്റും. പാട്രിക്, നീ എന്നെ സഹായിച്ചേ പറ്റൂ പ്ലീസ്. സന്ധ്യയ്ക്ക് മുമ്പ് എനിക്ക് അവനെ വേണം. തരാവലോ സർക്കിളെ, ഇതാ പോക്കറ്റിലുണ്ട്. നിന്നെ ഞാൻ തെരുവിൽ അലഞ്ഞു നടന്ന നിന്നെ ഈ നിലയിലാക്കിയത് ഞാനാ. അത് മറന്നുള്ള കളി വേണ്ട. ശിവരാമ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഇരിക്കടോ. ഇങ്ങനെ ചൂടായാലോ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? നോക്ക്, നീ ആഗ്രഹിച്ചിരുന്നില്ലേ വലിയൊരു ബംഗ്ലാവും നല്ലൊരു കാറും? എന്റെ വാക്ക് ഞാൻ പാലിക്കും. അതിന് അവനെ തന്നെ വേണമെന്ന് തനിക്ക് എന്തൊരു നിർബന്ധം? തനിക്ക് വേണ്ടത് ഒരു പ്രതിയല്ലേ? ഞാൻ ഏറ്റന്നേ. ഒന്നല്ല 100 എണ്ണം തരാം. കുറെ പൊതി, അത് വെക്കാൻ ഒരു പെട്ടി, ആ പെട്ടി പിടിക്കാൻ ഒരു കഴിവേറി. ഏറ്റു. ഒന്നും പറയണ്ട, കുടിക്കാൻ. താൻ കുടിക്കടോ. എടാ, ഒരു കിളി പറന്നു വരുന്നു. അത് നമ്മുടെ ഉണ്ണിയല്ലേ? കൂടെ ഉള്ളതാരാ? അതവന്റെ സിസ്റ്ററാ. ഓർമ്മയില്ലേ ബോട്ടണിയിലുണ്ടായിരുന്ന ശാരി, നമ്മുടെ ബ്യൂട്ടിക്യൂൻ? അവൻ നിന്റെ ശത്രുവായിരുന്നല്ലേ? നമുക്കൊന്ന് പോയി മുട്ടി നോക്കിയാലോ?
ഹായ് ഉണ്ണി. കോളേജ് വിട്ട പിന്നെ നിന്നെ കണ്ട കാലം മറന്നു. എന്താ ഈ വഴിക്കൊക്കെ? അതെ, ശാരിക്ക് ഇവിടെ ബാങ്കിൽ ജോലി കിട്ടി. അവളെ ഇവിടെ ഹോസ്റ്റലിൽ ചേർക്കാൻ വന്നാ. നീ ഇവിടെ? ഇതാണ് എന്റെ തന്തയുടെ പെട്ടിക്കട, അതായത് എന്റെ. വാ, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം. വേണ്ട എഡ്വിൻ, എനിക്ക് അല്പം ധൃതിയുണ്ട്. എനിക്കറിയാം, പഴയതൊന്നും നീ മറന്നിട്ടില്ല. കോളേജിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് കളയടാ. അതൊക്കെ എഡ്വിന്റെ ഒരു തമാശയല്ലേ? ഷാരിക്ക് എന്നെ ഓർമ്മയില്ലേ? പഴയ എഡ്വിൻ. നിന്നെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? കോളേജിലെ സ്റ്റാർ ആയിരുന്നില്ലേ നീ? എന്നാ വാ, പഴയ പിണക്കത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും വാ. ഒന്ന് വാടേ. മിടുക്കെ നടുറോട്ടിലൂടെ പെട്ടിയും പിടിച്ച് പുളുത്തി. കൈവറാമോനെ ആദ്യം സൂക്ഷിക്കാൻ പഠിക്കേ. ശിവരാമനായത് നിന്റെ ഭാഗ്യം. അവനൊരു പുളുന്താന. സർ, പ്ലാൻ എല്ലാം സേഫ് ആയിരുന്നു. പോലീസിന് ആരെ ഇൻഫർമേഷൻ കൊടുത്താ? എന്തൊന്നും സേഫാടോ? വാലിന് തീ പിടിച്ച് പായാനാ എന്റെ യോഗം. തനിക്ക് എന്നൊന്ന് വിളിക്കാൻ മേലായിരുന്നോ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ചായ കുടിക്കുക. ഞാനിപ്പോ വരാം. ഓക്കെ? എടാ, നമുക്കൊന്നും കാക്കിയിട്ടവനെ നമ്പാൻ കൊള്ളത്തില്ല. ശിവരാമന് നിന്നെ വേണം ജീവനോടെ തൊലി ഉരിക്കാൻ. അല്ല, നിന്റെ തൊലിക്കെട്ടിയെ പറ്റി അവന് വല്ല വിവരമുണ്ടോ? കാണ്ടാമൃഗം നിന്റെ മുമ്പിൽ വെറും ചൈൽഡ്. ഡാഡി, എല്ലാം റെഡി. ആളെ കിട്ടി. കിട്ടിയോ? തമ്പി ചെല്ലേ, പെട്ടി വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരണം. നിന്റെ തിരുമുഖം ഏതായാലും ശിവരാമൻ കാണരുത്. നീ അയാളെ കുറെ കുഴപ്പിച്ചല്ലേ? സാറിനോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്തോ ഇംഗ്ലീഷിൽ പുളുത്തണ്ട, മലയാളത്തിൽ പുളുത്തിയാ മതി. ഇത്തരം വാക്കുകൾ സാറിന് ഉപയോഗിക്കരുത്. ഞാനൊന്ന് ഉപയോഗിച്ചു. താൻ എന്തോ ചെയ്യും? ആ നിമിഷം ഞാൻ ഈ പണി വേണ്ടെന്ന് വയ്ക്കും. സാറിന് പലരും കിട്ടിയെന്നിരിക്കും, പക്ഷെ എന്നെ പോലെ തന്നെ കിട്ടിയെന്ന് വരില്ല. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സോ പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. അത് ശരി, കളിച്ച് കളിച്ച് നീ തീ കൊണ്ട് കളിച്ചു തുടങ്ങിയിരിക്കുന്നല്ലേ? തമ്പിക്ക് പൊള്ളില്ല സാർ. ആ ബീഡി ഞാൻ ഇവനെ തട്ടിയാലോ? തമ്പി പറഞ്ഞ ശരിയാ, അവൻ തീയാ, പക്ഷെ പൊള്ളുന്ന നമുക്കാ. മോൻ ചെല്ലെ, ചെല്ലെ. കർത്താവേ, ഇവനായിരിക്കോ എന്റെ അന്തിക്രിസ്തു? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇപ്പുറത്താരാണെന്നോ? നിന്റെ തന്ത. പിന്നെ ആളെ കിട്ടി. വന്നോ? പിടിച്ചോ? ചേട്ടാ, സമയം ഒരുപാടായി, നമുക്ക് പോകാം. പോവാം, അവനിങ്ങ് വന്നോട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പെട്ടി ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോ വരാം. എന്താടോ ഈ പെട്ടിക്കുള്ളിൽ? ഈ പെട്ടി എന്റേതല്ല സാർ. തുറക്ക.
കള്ളം പറയുന്നു. വാടാ. ചേട്ടാ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ചേട്ടനൊരു കുഴപ്പമുണ്ടാവില്ല. വാ മോള്. വാ. ഈ പെട്ടി നിനക്ക് ബോംബെയിൽ നിന്ന് കിട്ടി. വർഷങ്ങളായി ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ നഗരത്തിലെ ലിങ്ക് ഏജന്റാണ് നീ, ശരിയല്ലേ? പറയടാ. പറയടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പറയടാ, നീ സത്യം പറയില്ല അല്ലേ? ശിവരാമ, അത് കലക്കി. അവന് ചുരുങ്ങിയത് 10 കൊല്ലം ഉറപ്പാ. 8 കോടിയുടെ ഷുഗറാ ഞാൻ തനിക്ക് രക്ഷപ്പെടുത്തി തന്നത്. അവന്റെ പെട്ടിയിലുള്ള 3-4 ലക്ഷം പോയാലും ബാക്കി. ആജിബ്രായും ജോമെട്രിയും പറഞ്ഞെന്നെ പേടിപ്പിക്കല്ലേ. തനിക്കിപ്പോ എന്ത് വേണം? ഒരു ബംഗ്ലാവ്, കാറ്. അത് ഞാൻ ഏറ്റു. പക്ഷെ ഒരു കാര്യം, അവനിനി പുറത്തു വരരുത്. അത് താൻ ഏറ്റോണം. എവിടെ പുറത്തു വരാൻ? തുണ്ടിയോടല്ലേ പിടിച്ചത്. അഥവാ പുറത്തു വന്നാലും താൻ പേടിക്കണ്ടോ? ഞാനില്ലേ ഇവിടെ. അതാണല്ലോ എന്റെ പേടി. ആ. കീഴടങ്ങിയത് തിരിച്ചു വരാൻ വേണ്ടിയാണ്, തോറ്റത് ജയിക്കാൻ വേണ്ടി. കണക്കുകൾ തീർത്ത് തിരിച്ചു വരുമ്പോൾ ഈ ലോകത്ത് പാട്രിക് ഉണ്ടാവില്ല, CI ശിവറാം ഉണ്ടാവില്ല, എഡ്വിൻ പെരേര ഉണ്ടാവില്ല.
മോനെ മോനെ സാരിയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ശാരി ചെന്നെത്തിയ ഉടനെ കത്തയക്കാന്ന് പറഞ്ഞു പോയതാ അവള്. അവിടെ ചെന്ന ഉടനെ അമ്മ അവള് മറന്നൊന്നുമല്ലമ്മേ. അവൾക്ക് പെട്ടെന്ന് ഡെപ്യൂട്ടേഷനിൽ അമേരിക്ക പോകേണ്ടി വന്നു. അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്റെ ഭഗവതി, എന്റെ കുട്ടി എവിടെ പോയാലും അവക്ക് നല്ലത് വരുത്തണേ. മോനെ, നീ വിഷമിക്കരുത്. നമ്മുടെ പ്രസീതയുടെ കല്യാണം അടുത്ത ആഴ്ച. ഇതൊന്നും അവളുടെ കുറ്റമല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാവർക്കും അറിയായിരുന്നു നീ അവളുടെയാണെന്നും അവൾ നിന്റെയാണെന്നും. ഏതുണ്ണിയേട്ടൻ? അകത്ത് പൊടി. അമ്മാവൻ ഞാൻ. അമ്മാവനോ? അങ്ങനെ ഇവിടെ ആരുമില്ല. അച്ഛാ, നിന്നോട് അകത്ത് പോകാനല്ലേ പറഞ്ഞത്? ഉണ്ണി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മാവനൊക്കെ ശരിയാ. പ്രസീതയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. നീയോ നശിച്ചു. ഇനി അവളെ കൂടെ നശിപ്പിക്കരുത്. പൊയ്ക്കോ. പോകാനല്ലേ പറഞ്ഞത്? ഉണ്ണീട്ടാ, എന്നോടൊന്നും തോന്നരുത്. ഞാനൊരു പെണ്ണല്ലേ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി. വരരുതെന്നുണ്ടായിരുന്നു, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. പണ്ട് ഓർമ്മകളിൽ എവിടെയോ ഒരുപാട് മണ്ണ് വാരി കളിച്ചിട്ടുണ്ട് നമ്മൾ. നീ എന്റെ മുറപ്പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു നടന്നിട്ടുണ്ട്. സാരമില്ല, നിനക്ക് നല്ലത് വരട്ടെ. മേശവിളക്കിന്റെ നേർത്ത വെളിച്ചവും നീയും ഞാനും, പിന്നെ കുറേറെ മോഹങ്ങളും ഇന്നും മനസ്സിന്റെ മൺഭിത്തിയിൽ വീണ കരിനിഴൽ പാടുകൾ, മായാത്ത നൊമ്പരങ്ങൾ. മേശവിളക്കിന്റെ നേർത്ത വെളിച്ചവും നീയും ഞാനും.
നാട്ടിൻ പുറത്തിലെ വൈശാഖരാത്രിയൊന്നിൽ വൈദ്യുതി കാണാത്ത നാട്ടിൻ പുറത്തിലെ വൈശാഖരാത്രിയൊന്നിൽ ദൂരെ നിന്നാരോ ഭാരതം വായിച്ച ശീലിന്റെ സാന്ദ്രതയിൽ നമ്മുടെ മുന്നിലൂടിച്ചിട്ടു വീണവ ധന്യമുഹൂർത്തങ്ങളായിരുന്നു, ഏതോ പുണ്യമുഹൂർത്തങ്ങളായിരുന്നു. മേശവിളക്കിന്റെ നേർത്ത വെളിച്ചവും നീയും ഞാനും. പ്രതീക്ഷയും മിന്നാമിനങ്ങിനെ പോൽ മിന്നിയും മങ്ങിയുമോരോ പ്രതീക്ഷയും മിന്നാമിനങ്ങിനെ പോൽ അമ്പലപ്പൊയ്കയിൽ ഓളവും താളവും ചൂടുന്നൊരാമ്പലായി നാം അതിനുള്ളിലെ കേസരത്തുമ്പിലെ ആൺപെൺ പരാഗങ്ങളായിരുന്നു, തമ്മിൽ ഏകാനുരാഗമായി തീർന്നിരുന്നു. മേശവിളക്കിന്റെ നേർത്ത വെളിച്ചവും നീയും ഞാനും. പിന്നെ കുറേറെ മോഹങ്ങളും ഇന്നും മനസ്സിന്റെ മൺഭിത്തിയിൽ വീണ കരിനിഴൽ പാടുകൾ, മായാത്ത നൊമ്പരങ്ങൾ. മേശവിളക്കിന്റെ നേർത്ത വെളിച്ചവും നീയും ഞാനും. പിന്നെ കുറേറെ മോഹങ്ങളും ഇന്നും മനസ്സിന്റെ മൺഭിത്തിയിൽ വീണ കരിനിഴൽ പാടുകൾ, മായാത്ത നൊമ്പരങ്ങൾ.
സഹായിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ എന്റെ ആരുമായിട്ടല്ല. ഈ റോഡിൽ ഒരു തെരുവ് പട്ടിയെ പോലെ നിങ്ങൾ മരിച്ചു വീഴണമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ജീവരക്ഷയ്ക്കായി ഞാൻ പാടുപെടുമ്പോ സഹായിക്കാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതി, അതുണ്ടായില്ല. ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞൂടെ? താങ്ക്സ്. കൂടെ ഇതുമുണ്ട്, 1 lakh. പണത്തേക്കാൾ വിലയുള്ള മറ്റ് പലതും ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. ഐ എം സോറി. സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സഹായിക്കാനാവില്ലെന്ന് ഇപ്പോഴറിഞ്ഞില്ലേ? നേടാനൊരാവേശമായിരുന്നു, നേടി, വേണ്ടതിലധികം. പക്ഷേ അതിനിടയിൽ പലതും മറന്നു. ഭാര്യ, കുടുംബം, കുട്ടികൾ. എവിടെ തുടങ്ങിയെന്ന് ഓർമ്മയിൽ പോലും വ്യക്തമല്ല. ആരോരുമില്ലാത്ത പ്രസാദ് എന്ന പാവം ചെറുക്കൻ പട്ടിണിയിലൂടെ, കഷ്ടപ്പാടിലൂടെ, കഠിനാധ്വാനത്തിലൂടെ അശ്വിനി പ്രസാദായി മാറി. നേടണം, എല്ലാം വെട്ടിപ്പിടിക്കണം. അശ്വിനി പ്രസാദായി മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ വിരൽത്തുമ്പിൽ ഈ ലോകം ചലിച്ചു തുടങ്ങി, ഞാൻ ആഗ്രഹിച്ചതുപോലെ. നിന്റെ പേരെനിക്കറിയില്ല, ആരാണെന്ന് പോലും അറിയില്ല. പക്ഷേ നിന്നെ ഇഷ്ടമായി എനിക്ക്. എന്റെ ഈ വലിയ സാമ്രാജ്യം ഒരു അനന്തരാവകാശിക്ക് വേണ്ടി ദാഹിക്കുകയാണ്. പറയൂ, നീ ഒരുക്കമാണോ? മൗനം സമ്മതമെന്ന് കരുതട്ടെ. നിനക്ക് ഞാനൊരു പുതിയ പേര് തരുന്നു, ചക്രവർത്തി. ഒരു ഞൊണ്ടിക്കുതിരെ തിളയ്ക്കാൻ ഇവിടുത്തെ പുല്ലും മുഴുവൻ കഴിക്കുന്ന 5-6 സിംഹങ്ങൾ പോയി. എന്നിട്ട് എന്തുണ്ടായി? സമ്മാനം കൊടുത്തില്ല അവർക്ക്. ഡാഡി, നമ്മുടെ ശത്രു അശ്വനല്ലേ ഇപ്പോൾ? അവൻ പുറത്തു വന്നു. ആര്? ഉണ്ണി. ഉണ്ണിശങ്കർ പുറത്തു വന്നു. രണ്ടിനും തട്ടിയേക്ക്. വരും. ചക്രവർത്തി, ഇത് സാമുവൽ. ഇവനെനിക്ക് മകനെ പോലെയാ. എന്റെ വലം കൈ. ശക്തിയുടെ കരാറ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ശക്തി ഈ വീട്ടിൽ പരിചയപ്പെടേണ്ട ഒരു ക്യാരക്ടറാ. എന്റെ ശക്തിയും ദൗർബല്യവും അവനാ. വരൂ. സെൻസായി കുറച്ച് കോമ്പിനേഷൻസ് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാണിച്ചു. മാസ്റ്റർ എന്താണെന്ന് മിണ്ടാത്തത്? ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. കൂടെ പുള്ളിയാണെന്നാ തോന്നുന്നേ. ടഫ് കോമ്പിനേഷൻസിന്റെ പാർട്ടി ആയിരിക്കും. ജപ്പാനിൽ നിന്ന് വന്നതെന്നല്ലേ പറഞ്ഞത്? സെൻസായി എന്താ പരിഭ്രമിക്കുന്നത്? ഏയ്, എനിക്കൊരു പരിഭ്രമവും ഇല്ല. സാറിനെന്താ സുഖമില്ലേ? ഒരു വയറിളക്കവും ഛർദിലും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് നാളത്തേക്കാക്കാം. അപ്പോ സാർ സത്യം പറ, സാറിന് കരാട്ടെ അറിയാമോ? എനിക്ക് ഇന്ത്യൻ കരാട്ടെ നല്ല വശമില്ല, ജപ്പാൻ കരാട്ടെ അറിയാം. യു ടു സീ
ശാബാഷ്. ഞാന് ആ. കുറച്ച് ടഫ് കോമ്പിനേഷൻസ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ശക്തി, ഞങ്ങളുടെ കറാട്ടെ ഇൻസ്ട്രക്ടർ. ഇത് ചക്രവർത്തി. ഹലോ. ആ. കറാട്ടയിൽ നമ്മളാരും കേൾക്കാത്ത ബെൽറ്റുകളൊക്കെ നേടിയ ആളാ, സൂക്ഷിക്കണം. ശക്തി, സർ. ചക്രവർത്തി ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും. ഓഹോ. എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ പഠിപ്പിക്കാം. കറാട്ടെ ഒഴിച്ച്. ഈ കുടക്കീടിൽ ഇല്ലാത്ത യാതൊന്നുമില്ല. ഫാക്ടറികൾ, പള്ളിക്കൂടങ്ങൾ, അനാഥാലയങ്ങൾ എല്ലായിടത്തും എന്റെ കണ്ണു തന്നെ ചെല്ലണം ഫോർ പ്രൊട്ടക്ഷൻ. ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ദിവസത്തിന് 24 മണിക്കൂർ പോരാ മിസ്റ്റർ ചക്രവർത്തി. മതി, carry on. Bloody punching bag. പൊൻകുരലാരപ്പണ്ടം കളഞ്ഞു കിട്ടിയതങ്കം, അതുകൊണ്ടൊരു വർണ്ണപ്പളുങ്ക് കൊട്ടാരം. കൊട്ടാരത്തിനുള്ളിൽ മട്ടുപ്പാവിൻ മറ്റിൽ ഞൊറികെട്ടിയൊരുക്കിയ ചപ്പറമഞ്ചകുമൊത്ത നടുക്കൊരു ചക്രവർത്തിയും അതിശയം ജന്മഭാഗ്യം. പൊൻകുരലാരപ്പണ്ടം കളഞ്ഞു കിട്ടിയതങ്കം, അതുകൊണ്ടൊരു വർണ്ണപ്പളുങ്ക് കൊട്ടാരം. കൊട്ടാരത്തിനുള്ളിൽ മട്ടുപ്പാവിൻ മറ്റിൽ ഞൊറികെട്ടിയൊരുക്കിയ ചപ്പറമഞ്ചകുമൊത്ത നടുക്കൊരു ചക്രവർത്തിയും അതിശയം ജന്മഭാഗ്യം. അരമന വാഴും തിരുമനസോരം കളരിയിലൂടെ പാഠം നേടി പുതിയൊരു നാടിൻ അധിപതിയായൊരു നേരം. പടയണിയോടും പൊന്നോടും മുത്തോടും പൊരുളോടും കനകകിരീടം കയ്യാളും കാലം. പൊടിയടയാളം കണ്ടും കേട്ടും കപ്പം കൊണ്ടും മുന്നിൽ അടിമ കിടന്നു സാമന്തന്മാർ. ജയഘോഷം കാഹളം ഉല്ലാസാരവം തേരിൽ പൊൻതേരിൽ യുവരാജാധിരാജനകമ്പടിജാലം. പൊൻകുരലാരപ്പണ്ടം കളഞ്ഞു കിട്ടിയതങ്കം, അതുകൊണ്ടൊരു വർണ്ണപ്പളുങ്ക് കൊട്ടാരം. കൊട്ടാരത്തിനുള്ളിൽ മട്ടുപ്പാവിൻ മച്ചിൽ ഞൊറികെട്ടിയൊരുക്കിയ ചപ്പറമഞ്ചവുമൊത്ത നടുക്കൊരു ചക്രവർത്തിയും അതിശയം ജന്മഭാഗ്യം. അടവുകളെല്ലാം പകിടകളാക്കി കളി തുടരുമ്പോൾ സ്വർണ്ണത്തൂവൽ വിജയകിരീടം പലകുറി അണിയും നേരം. മധുരവസന്തം ആമന്തം ആനന്ദം മകരന്തം മനസ്സിനൊരിമ്പം നേടുന്ന കാലം. ഏകുരലാരപ്പണ്ടം കളഞ്ഞു കിട്ടിയതങ്കം, അതുകൊണ്ടൊരു വർണ്ണപ്പളുങ്ക് കൊട്ടാരം.
കൊട്ടാരത്തിനുള്ളിൽ മട്ടുപ്പാവിൻ മറ്റിൽ ഞൊറികെട്ടിയൊരുക്കിയതപ്പുറമഞ്ചവും ഒത്തു നടുക്കൊരു ചക്രവർത്തിയും അതിശയം ജന്മഭാഗ്യം. പിടിക്കണ്ടോ, ഒരു പരോപകാരി വന്നിരിക്കുന്നു. സാർ ഇതില് എന്റെ വീട്ടിലേക്കുള്ള വഴി നീ എനിക്ക് കാണിച്ചു തരുന്നു റാസ്കൽ. ഓടാ. ഓ, പതിവ്രതയായ ഭാര്യയുടെ റോൾ അഭിനയിച്ച് കാത്തിരിക്കുകയാണല്ലേ? അച്ഛന്റെ പുന്നാര മോനെ ചക്കരക്കുട്ട, കള്ളു കുടിക്കുമ്പോഴേ മകനോട് സ്നേഹം വരും. നീ പോടി. എണീക്കടാ മോനെ, ഞാനാ നിന്റെ അച്ഛൻ DYSP ശിവരാമൻ. എന്താ പോന്നത്? ഞാൻ അമ്മയെ കാണാൻ വന്നതാ. ഓ, അത് ശരി, കണ്ടു കഴിഞ്ഞല്ലോ, ഇനി പൊയ്ക്കൂടെ? ശല്യങ്ങള്. അല്പമെങ്കിലും മനസമാധാനം കിട്ടുന്ന കരുതി എങ്ങോട്ട് പോകുന്നത്? ഹോസ്റ്റലിൽ തന്നെ ഇതിൽ ഭേദം. ശരിയാ മോളെ, നാളെ തന്നെ നീ പൊയ്ക്കോ. അമ്മയെ ഓർത്ത് വിഷമിക്കണ്ട, നല്ലോണം പഠിക്കാൻ നോക്ക്. ഇതാനു പുതിയ മെമ്പറാ, വെരി സ്മാർട്ട്. 2 ആഴ്ചയാണ് തുടങ്ങിയിട്ട്. ഞങ്ങളെ കടത്തി വെട്ടി. ഹായ്. ഹായ്. ഇവളുടെ ഡാഡി വൻ പുള്ളിയാ, DYSP ശിവറ. അനൂപ് ക്ഷമിക്കണ്ട, ഞാനൊന്നും ഡാഡിയോട് പറയില്ല. കഷ്ടമായിപ്പോയി. നിങ്ങൾ പോയി പറയണം ഡാഡിയോട്. അനു ആരാണെന്ന് ഡാഡി അറിയട്ടെ. ഫോർ എ സ്വീറ്റ് റിവെഞ്ച്. Oh yeah, there you go. വരട്ടെ. ജാവിൻ, 1 second please. See you. കിളി പറന്നു പോകരുത്. പരിചയപ്പെട്ടിട്ട് 1 ആഴ്ചയായുള്ളൂ. ഗോഡൌണിലെത്തിക്കാം. അമ്മേ, നാളെ ഞങ്ങൾ പോവാ. പോയിട്ടു വാ മോളെ. നീ എവിടെ പോയാലും ഈ അമ്മയെ മറക്കരുത്. ഞാൻ നിന്നെ പെറ്റില്ലെന്നേ ഉള്ളൂ. നീ എന്റെ മോള് തന്നെയാ. തമ്പി, അവള് കഥയില്ലാത്തവളാണ്. അവളെ വിഷമിപ്പിക്കരുത്. ഇല്ലമ്മേ, പ്രസീതയെ ഞാൻ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. തമ്പി, എന്റെ മോൻ പട്ടണത്തിൽ എവിടെയോ ഉണ്ട്. അവനെ നീ കണ്ടുപിടിക്കണം. ഈ അമ്മ അവന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് പറയണം. അതിനെന്താ, ഞാൻ തിരക്കാം. ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ തരൂ. ഇതാ മോനെ. ഇടിക്കുള പാട്രിക് പെരേരയുടെ വലം കൈ. ഭൂരിപക്ഷം ഷെയർസും അവന്റെ കയ്യിലാ. ആദ്യം അവന്റെ വലം കൈ വെട്ടണം. ഒരാഴ്ചയായി അവൻ സ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ട്.
അവിടെ വെച്ച് തന്നെ മുട്ടണം. ചക്രവർത്തി ഫ്രം അശ്വിനി കൺസ്ട്രക്ഷൻസ്. ഷാൻഹായ് ഹോട്ടലിലെ നിങ്ങളുടെ ഷെയർസ് എനിക്ക് വേണം. വില പ്രശ്നമല്ല. ഐ എം സോറി, ഞാനത് വിൽക്കുന്നില്ല. അത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് വിട്ടുതരൂ. ഞാനത് വിൽക്കുന്നില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ്. നോ, ഇറ്റ് ഈസ് മൈ ഫൈനൽ വേർഡ്. വിൽക്കില്ല. വിൽക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജർമ്മൻ ഷെപ്പേർഡാണല്ലേ? എന്തോ എനിക്ക് പൊതുവെ നായ്ക്കളെ ഇഷ്ടം. മകളാണല്ലേ? എന്താ മോളുടെ പേര്? സുന്ദരിക്കുട്ടി. കുച്ചിയാങ്, കുസ്പോ കച്ചിയാങ്, കാച്ചസ്പോ സംഗതിയാങ് എന്നീ 3 ഇനങ്ങളാണ് പ്രധാന മുറകൾ. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാവൂല. ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിന്റെ ഒന്നും തലേ കയറില്ല. ഓ, ഹൈംബി. മാസ്റ്റർ, വാട്ട് ഈസ് ഹൈംബി ഹുയി? ദാറ്റ് ഈസ് ജപ്പാൻ കരാട്ടെ ഗോഡ്. ജപ്പാൻകാരുടെ കരാട്ടെ ദൈവമാണ് ഹൈംബി ഹുയി. BSc. അണ്ടർസ്റ്റാൻഡ് ഗേൾ? ഇതെന്ത് ബെൽറ്റാണ് മാസ്റ്റർ? ഇതാണ് ജപ്പാൻ ബെൽറ്റുകൾ. സൂപ്പി ഹുയി ഹവാ ഹവാ. ഈ ഡബിൾ ബെൽറ്റ് ശക്തിയെ എതിരിട്ട് തോൽപ്പിക്കുന്നവർക്ക് ഈ ബെൽറ്റുകൾ കിട്ടും. അത് വേണ്ട, എതിരാളിയെ ഞാൻ സെലക്ട് ചെയ്യും. നോട്ട് ഗുഡ്, വെരി വീക്ക്. സെലക്ടഡ്, കം ഓൺ. ഞാൻ പഠിച്ച കരാത്തെ അല്ല ഈ കരാത്തെ, അതുകൊണ്ട് എങ്ങനെ പറ്റിയത്? അടിമുറ ആലോചിച്ച് തീരുമാനിക്കുന്നതിനിടയ്ക്ക് ഇവള് പ്രയോഗിച്ചു കളഞ്ഞു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്ന മാഷെ ഭംഗി. നാളെ മാഷിന് പഠിപ്പിക്കണ്ടേ? ഇനി അക്കാര്യം സംശയമാണ്. ഒരു രഹസ്യം പറയട്ടെ. ഇവിടെ അടുത്തൊരു തിരുമുകാരനുണ്ട്, ഇന്ദ്രൻ വൈദ്യർ. ഞാൻ ഒരു 15 ദിവസം അങ്ങോട്ടേക്ക് കയറുകയാണ്. ഇക്കാര്യം അശ്വിനി സാർ അറിയരുതേ. അന്ന് നിരപരാധിയായ എന്നെ പോലീസിന് കാട്ടിക്കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടു. എന്റെ പൊന്നു പെങ്ങൾ ശാരിയെ കൊന്നു, എന്റെ കുടുംബം തകർത്തു. അറിഞ്ഞുകൊണ്ടല്ല സാർ, അങ്ങനെയൊക്കെ ചെയ്യാൻ അവരെ നിർബന്ധിച്ചു. എനിക്ക് വഴങ്ങേണ്ടി വന്നു. തൽക്കാലം നിന്നെ ഞാൻ കൊല്ലില്ല. ഞാൻ കാത്തിരിക്കുന്നത് വലിയ മത്സ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ചൂണ്ടയിൽ കൊരുക്കാനുള്ള ഇര മാത്രമാണ് നീ. സാർ, ഞാൻ അവരുടെ രഹസ്യങ്ങൾ നീ എനിക്ക് ചോർത്തിത്തരും. എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് നീ പ്രായശ്ചിത്തം ചെയ്യും. സാർ, ഞാൻ പൊന്നുമോനെ എഡ്യുവിനെ തന്തയിലാഴിയെ കാണിക്കരുത്. നീ എന്തിനാണ് ഹോട്ടലിൽ പോയി കാശ് മേടിച്ച് എന്നെ ഒലത്തുന്നത്?
എന്തറിഞ്ഞോണ്ടാ ഡാഡി ഈ പറയുന്നത്? ഞാൻ പണം വെറുതെ വാങ്ങുന്നൊന്നുമല്ല, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാ. എന്തോ ബിസിനസ്സോ? ഞായറാഴ്ച എന്ത് ബിസിനസ്സാണോ നീ ഉലത്തുന്നത്? എന്നെ കൂടെ പറയിപ്പിക്കല്ലേ കേട്ടോ. എന്റെ അതെനിക്ക് 5 പൈസ പോലും തന്നിട്ടില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ, അറിയാവോ? ഡാഡിയുടെ തന്ത ഒരു ദാരിദ്ര്യവാസിയായിരുന്നു. പക്ഷേ എന്റെ തന്ത അങ്ങനെയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഒന്നാമതൊരു ഒരു ബിസിനസ്മാൻ അല്ലേ. അയ്യാടാ ഒക്കെ അല്ലേ. നിന്റെ തന്ത ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. ഒരു കാര്യം ചെയ്, നീ ഇനി ഹോട്ടലിൽ പോയി ഉണ്ടാക്കണ്ട, കാശൊക്കെ ഞാൻ തന്നേക്കാം കേട്ടോ. ഇതങ്ങ് ആദ്യമേ പറയരുതായിരുന്നു. യെസ് ഡാഡി. ഹലോ, ഷെയർ വാങ്ങാൻ ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത്? ഇല്ല, വിൽക്കില്ല. ഞാൻ പറഞ്ഞതിന് മാറ്റമില്ല. ഞാൻ കൊടുത്തയച്ച സമ്മാനം കിട്ടിയില്ലേ? സമ്മാനങ്ങൾ ഇനിയും ഇങ്ങനെ പിറകെ വന്നുകൊണ്ടേയിരിക്കും. 2234 ഇസ് മൈ ടെലിഫോൺ നമ്പർ. വിളിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടായേ പറ്റൂ. ആ, സുന്ദരിക്കുട്ടി അവിടെ തന്നെ ഇല്ലേ? മോളാ പാലെടുത്ത് കുടിക്ക്. കുടിക്ക്. യെസ് മിസ്റ്റർ ഡിക്കുള. വിൽക്കാം, വിൽക്കാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പ്ലീസ്. എന്തും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ടത് ഷെയറാണ്. നാളെ തന്നെ ഒപ്പിടാം. വെരി ഗുഡ്.
ചക്രവർത്തിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഉണ്ണിശങ്കറിന് തല്ല് കൊള്ളാനേ അറിയൂ, കൊടുക്കാൻ അറിയില്ല. ചക്രവർത്തിക്ക് തല്ല് കൊടുക്കാനേ അറിയൂ. നീ എനിക്കെന്നും പഴയ ഉണ്ണിശങ്കറാണ്, മറക്കണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കുടിക്കേ. മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് റോഡിൽ മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇന്നത്തെ പത്രങ്ങളിലില്ല. അതാണല്ലോ ചക്രവർത്തിയുടെ മിടുക്ക്. ഇന്നലെ രാത്രി വന്നില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ചരിത്രം തിരുത്തി കുറിച്ച രാമ്പിള്ളേര്. അത് ഒഴിവാക്കിയതിന് എന്നോട് നന്ദി പറയണ്ട. പ്രോബ്ലംസ് ഉണ്ടാവാം, ദുഃഖങ്ങളും ഉണ്ടാവാം. പക്ഷെ ഡ്രഗ്സ് ഒരിക്കലും അതിനൊന്നും ഒരു പരിഹാരമാവില്ല. താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ മാത്രം. ഈ കണ്ണീര് യഥാർത്ഥമാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ആ വലയത്തിൽ ഇനി നീ ഉണ്ടാവരുത്. ഈ ദൂഷിത വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ, കരാട്ടെ പഠിക്കാൻ. നെഞ്ചക്ക് കൊള്ളേ. ഓക്കെ സർ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, ശാരി. അവളിന്നില്ല. ശാരിയെ പോലെ തന്നെ ഞാൻ നിന്നെയും കരുതുന്നു. ചക്രവർത്തി, അവൻ നമ്മളെ വഞ്ചിച്ചു. ആര്? ആ തമ്പി. അവൻ വീണ്ടും പാട്രിക്കിന്റെ കൂടെ ചേർന്നു. അയാളുടെ ബ്രൗൺ ഷുഗറുമായി ഇടിക്കുള്ളയുടെ ഗോഡൌണിലേക്ക് പോകുന്നത് തമ്പിയാണ്. ഷുവർ. അല്ല, ചക്രവർത്തി. എനിക്കെന്നും ഉണ്ണേട്ടനാണ്. സുഖമല്ലേ? സുഖം, പരമസുഖം. തമ്പി ബാങ്ക് മാനേജരാണെന്നാ അച്ഛനോട് പറഞ്ഞത്. അച്ഛനത് വിശ്വസിച്ചു. അങ്ങനെ ഞാനിവിടെ എത്തി. നിന്നെ ഈ നിലയിൽ കാണാനല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്റെ സ്വപ്നങ്ങളിൽ നീ നല്ലൊരു കുടുംബിനിയാണ്. നമ്മൾ ഒരിക്കലും കാണാതിരുന്നെങ്കിൽ. അന്ന് ഉണ്ണിയേട്ടൻ എന്നെ വിളിക്കുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ ഉണ്ണിയേട്ടൻ എനിക്ക് ആശംസകൾ നേരുകയാണ് ചെയ്തത്. ആ ആശംസകളുടെ ഭാരവും പേറി ഞാനിവിടെ തളർന്നു നിൽക്കുന്നു. സ്നേഹം കൊതിച്ച്, സാന്ത്വനം മോഹിച്ച്. എല്ലാം നേടിയെന്ന് അഹങ്കരിച്ച ചക്രവർത്തി ഇപ്പോഴാണ് നഷ്ടത്തിന്റെ കഥ അറിയുന്നത്. ക്ഷമിക്കുക. എനിക്കിനി ഒരിക്കലും പഴയ ഉണ്ണിശങ്കറാവാൻ കഴിയില്ല. ഉണ്ണേട്ടാ, ഒരു സ്ത്രീക്ക് ഒരിക്കലേ സ്നേഹിക്കാൻ കഴിയൂ. ഒരു പുരുഷനെ അവളുടെ മനസ്സിലുണ്ടാവൂ. ഉണ്ണേട്ടൻ എനിക്കൊരിക്കലും ചക്രവർത്തി ആവില്ല. എന്റെ കർത്താവേ, എന്റെ ഒരു വിധി. എന്നാലും എന്റെ ഇടിക്കുളേ, എന്നോട് ഈ കൊലച്ചതി വേണ്ടായിരുന്നു. അവരൊന്ന് കണ്ണുരുട്ടിയപ്പോ ഷെയറൊക്കെ എഴുതി അങ്ങോട്ട് കൊടുത്തെന്ന്. നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത എന്താ? പിന്നെ എന്റെ ഒരു അവസ്ഥ. എന്റെ മോളെ അവൻ കിഡ്നാപ്പ് ചെയ്തു. പിന്നെ ഷെയറിനൊക്കെ വലുതല്ലേ മോള്. അത് തന്റെ സ്വഭാവം. എനിക്ക് എന്റെ മോളാ വലുത്. ചോറ് കൊടുക്കുന്ന കൈക്ക് അടിക്കുന്ന പട്ടിയെ തല്ലിക്കൊല്ലണം. എടോ നന്ദി വേണോടോ നന്ദി. ഇപ്പൊ എന്തായി? ഹോട്ടലിലെ ഷെയർ മുഴുവൻ അവന്റേത്, ഞാൻ പുറത്ത്. നീ തന്നേക്ക് എങ്ങനെ വിശ്വസിച്ച് ബിസിനസ് തുടങ്ങൂടൂ? ഞാൻ ബിസിനസ് ചെയ്യുന്ന ജീവിക്കാന്. എനിക്ക് എന്റെ ജീവനാ വലുത്. എന്നെ വിശ്വാസമില്ലെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്റെ കർത്താവെ, പിണങ്ങാതിരിക്കൂളെ.
കൊച്ചു പിള്ളേരെ പോലെ ഷുഗർ എന്ന് വേണം. 4-ാം തീയതിയോ 5-ാം തീയതി ഏറ്റു. ഇവിടുത്തെ മുഴുവനും എടുക്കാം. 5-ാം തീയതി തമ്പി വരും. എന്താ? ഓക്കെ. ഇപ്പോഴും ഗർവാണല്ലേ. പ്രസീദേ, ഇനിയും നിനക്കെന്നോട് ക്ഷമിക്കാറായില്ലേ? സത്യം തുറന്നു പറഞ്ഞാൽ നിന്നെ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ എനിക്ക്. അതുകൊണ്ടാ ബാങ്ക് മാനേജരാണെന്ന് നിന്റെ അച്ഛനോട് നുണ പറഞ്ഞത്. ആ നുണ എന്റെ ജീവിതം തകർത്തു. നീ വിശ്വസിക്കണം, നല്ലൊരു ജീവിതം തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഒരു ഷുഗർ കാരിയർ ആവും. നമുക്ക് വേണ്ടി. ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് വൺ. കിട്ടുന്നതും വാങ്ങി നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും രക്ഷപ്പെടാം. പിന്നെ ഒരിക്കലും ഞാൻ ഈ ബിസിനസ് ചെയ്യില്ല. ഒരിക്കൽ ഞാൻ നിനക്ക് ജീവൻ തിരിച്ചു തന്നത് നീ മറന്നുപോയി. നീ വാക്ക് പാലിച്ചില്ല. വാക്ക് പാലിക്കാത്തവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ മരണമാണ്. എന്നിട്ടും നീ ജീവിച്ചിരിക്കുന്നു. നീ മരിച്ചാൽ ഒരു പാവം പെൺകുട്ടി വിധവയാകും. നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല. പറയൂ, നീയല്ല കാരിയർ? അതെ സാർ. കടവിലെത്തുന്ന ഷുഗർ ഗോഡൌണിൽ എത്തിക്കുന്നത് ഡാർവിനാണ്. അവിടെ നിന്നും ഇടിക്കുള്ള വീട്ടിൽ സാധനം എത്തിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഗോഡൌണിൽ നിന്ന് സൂട്ട് കേസുമായി നീ ആദ്യം എത്തേണ്ടത് ഇടിക്കുള്ളയുടെ വീട്ടിലല്ല, അശ്വിനി കൺസ്ട്രക്ഷൻസിന്റെ ഗോഡൌണിലാണ്. അവിടെ നിന്ന് ഞാൻ തരുന്ന സൂട്ട് കേസുമായിട്ടാണ് നീ ഇടിക്കുള്ളയുടെ വീട്ടിൽ പോകേണ്ടത്. സാർ, അവരെന്നെ കൊന്നുകളയും. മരിക്കാൻ സമയമായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇയാളൊരു കാര്യം, ഞാൻ ചൂടാകാടോ. നീ എന്ത് കരുതി? എനിക്ക് ഷുഗർ കണ്ടാൽ അറിയില്ലെന്നു. പിന്നെ എടോ, താൻ കിടന്ന് ബഹളം വെക്കാതെ ഇവിടെ എന്താ ഉണ്ടായത് താൻ തെളിച്ചൊന്ന് പറഞ്ഞേ അങ്ങോട്ട്. എന്തുണ്ടാവാൻ? താൻ എനിക്ക് കൊടുത്തയച്ചത് എന്ത് പൊടിയാണോ? താൻ ഈ പൊടി കൊണ്ടെന്റെ കണ്ണിൽ പൊടിയിടാമെന്ന് കരുതിയോ? എന്നൊക്കെ പറഞ്ഞ കൈവിടറാ മോനെ, ഉടുപ്പേന്ന് കൈവിട്. നീ എന്ത് വിചാരിച്ചു പാട്രിക്ക് നിന്റെ മറ്റവനാണെന്നോ? നീ ഇതും ഇതിലപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇനി നമ്മളിൽ ഒരാള് മതി. അത് നീയല്ല, ഞാൻ. ചക്രവർത്തി, ഇടുക്കുള ഈസ് നോ മോർ നൗ. കാര്യങ്ങൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. പാട്രിക്കിന് ഒന്നും ഒരു പ്രശ്നമല്ല. അവനെതിരെ വരുന്നവനെ അവൻ നശിപ്പിക്കും, ആരായിരുന്നാലും. എന്നാലും ഇടിക്കുള അവന്റെ ജീവിതം പണയപ്പെടുത്തി കെട്ടിപ്പടുത്തതാണ് ഹോട്ടൽ. അതിപ്പോൾ
അശ്വിനിയുടെ കയ്യിലെത്തി. അതവന് താങ്ങാവുന്നതിലും അധികമാ. പിന്നെ ഞങ്ങൾ തമ്മിലൊരു പഴയ കണക്ക് ബാക്കിയുണ്ട്. എന്റെ നഷ്ടത്തിന്റെ കഥയിൽ നിന്നാണ് അവന്റെ നേട്ടത്തിന്റെ കഥ തുടങ്ങിയത്. 5 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ലേലം ആരംഭിക്കാം. 50 ലക്ഷം. 50 ലക്ഷം. $50 ലക്ഷം. 60 ലക്ഷം. 60 ലക്ഷം. 60 ലക്ഷം. 80 ലക്ഷം. ഏതാടാ കഴിവർ രാമോൻ? അശ്വിനി പ്രസാദ്. 80 ലക്ഷം. 80 ലക്ഷം. 85 ലക്ഷം. 85 ലക്ഷം. 90 ലക്ഷം. 90 ലക്ഷം. 95. 95 ലക്ഷം. 95 ലക്ഷം. 95 ലക്ഷം. 1 കോടി. 1 crore. ഈ മൈനഗിരിക്കാട്ടിന് ഒരു രാജാവ് മതി. അശ്വിനി പ്രസാദ് അല്ല, ഞാൻ പാട്രിക് പെരേര. അവൻ കളി പഠിക്കാൻ വന്ന ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. അശ്വനി. അശ്വിനി പ്രസാദ്. ഇരിക്കൂ. വന്ന കാര്യം? 25 ലക്ഷം രൂപ. ഒരു പൈസ പോലും കുറവില്ല. ദേ, താങ്കൾ പിന്മാറിയാൽ ലേലം എന്റെ ഇഷ്ടപ്രകാരം തന്നെ കൊണ്ടുപോകാം. കാരണം മൈനഗിരിക്കാട് ഞങ്ങൾക്കുള്ളതാണ്. മൈനഗിരിക്കാടിന്റെ രാജാവ് ഇനി അശ്വിനി പ്രസാദ് ആയിരിക്കും. മൈനഗിരിക്കാട്ടിന് 2 രാജാക്കന്മാരുടെ ആവശ്യമുണ്ടോ? അതേ അഭിപ്രായക്കാരനാണ് ഞാനും. അപ്പോ ഒരു യുദ്ധം തന്നെ നടക്കും. യു മസ്റ്റ് ഗോ ഔട്ട്. എന്തോ മനസ്സിലായില്ലേ? ഇല്ല. ഇറങ്ങി പോട പോലെ. യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു അലവലാതി.
ഒലത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നു. ആട്ടെ, എനിക്കൊരു താക്കീതമായി. കർത്താവേ, ഇതെവിടെ വെക്കും? കിടക്കുന്ന കിടപ്പ് കണ്ടോ? എത്ര നല്ല കാലായിരുന്നു, പോയില്ലേ? മൈനഗിരിക്കാട്ടിലെ രാജാവാകാൻ മോഹിച്ചാൽ ആദ്യം കാല് പോകും, പിന്നെ കൈ പോകും, ഏറ്റവും ഒടുവിലാ തല പോകുന്നത്. പോട്ടെ, വെറുതെ ഒന്ന് കാണാൻ വന്നതാ. 1 കോടി രൂപയ്ക്ക് ഒരു കാല് കളഞ്ഞ വിദ്വാന്. വേദനിച്ചായിരുന്നോ? ഞാൻ പ്രത്യേകം പറഞ്ഞതാ വേദനിപ്പിക്കാതെ മുറിച്ചെടുക്കാൻ.
എന്തോ I say you get out! അധികം അനങ്ങരുത്, തുന്നിക്കുട്ടി വെച്ചൊക്കെ പൊട്ടിപ്പോവും. വരട്ടെ, നമുക്കിനി കാണാം. അവനെന്റെ കാല് മുറിക്കാനേ കഴിഞ്ഞുള്ളൂ, മനസ്സ് തകർക്കാൻ കഴിഞ്ഞില്ല. സന്ദർഭം കിട്ടിയാൽ അവൻ ഇനിയും ആഞ്ഞടിക്കും. നിന്നെയും എന്നെയുമാണ് അവന് വേണ്ടത്. കരുതിയിരിക്കണം. മുൻപിലും പിൻപിലും ശത്രുക്കളാണ്. ഈ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. എന്താ, ഭയമുണ്ടോ? ഇല്ല. എപ്പോഴും മരണത്തെ മുന്നിൽ കാണണം. അപ്പോ ടെൻഷൻ ഉണ്ടാവില്ല. കരുത്തുള്ള മനസ്സിനെ എവിടെയും ജയിക്കാനാവും. വിധി നമുക്ക് തിരുത്തി എഴുതാനാവും. ഒരു കാര്യം കൂടി, എത്രയും പെട്ടെന്ന് സുരക്ഷിതമായൊരു താവളത്തിലേക്ക് തമ്പിയെ മാറ്റണം. അവർ അവന്റെ പുറകെയുണ്ട്, നിഴൽ പോലെ. ശരിയാണ്. എത്രയും പെട്ടെന്ന് പ്രസീതയും തമ്പിയെ നാട്ടിലെത്തിക്കണം. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അശ്വനിയും തമ്പിയും ഒന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം, അവനാണ് ഉണ്ണി. അവനിപ്പോ ഉണ്ണിയല്ലടാ, ചക്രവർത്തി. അവന്റെ ചക്രവർത്തി. നമ്മൾ ചെയ്യുന്നതെല്ലാം അശ്വനിക്ക് പൊള്ളുന്ന വിധത്തിലാവണം. മോനെ എറ്റുവിനെ ചുറ്റിക്കളിക്കാതെ വിഷയത്തിലോട്ട് വാ. അശ്വനിയുടെ വലം കൈയായ സാമിനെ നാം തട്ടുന്നു. തട്ടിക്കോ. ഇന്നലെ രാത്രി അവനെ എന്റെ കിട്ടി. നമ്മുടെ വിഷം കുത്തിവെച്ച് അവനെ തട്ടിയൊക്കെ കൊള്ളാം. നാളെ രാവിലെ അശ്വനി പ്രസാദ് കണി കാണാൻ പോകുന്നത് വളർത്തുപുത്രന്റെ ശവം. മിടുക്കൻ. Goodbye, Sam. Goodbye forever. CI ശിവറാം ഡിവൈഎസ്പി ശിവറാമായി. ഡിവൈഎസ്പി ശിവറാം വെറും ശിവറാമായി മാറുന്ന പരിണാമ കഥയാണ് ഇനിയുള്ളത്. ഏത് നിമിഷവും എൻഫോഴ്സ്മെന്റ് ഓഫീസർ അഗസ്റ്റിൻ പ്രകാശ് ആ വീട് വളയാം. യൂണിഫോം ഇല്ലാത്ത വെറും ഒരു സാധാരണ മനുഷ്യനായി അവനെ നമുക്ക് കിട്ടും. യൂണിഫോം ഇല്ലാതെ അയാളെ കാണാൻ മഹാ ബോറായിരിക്കും മിസ്റ്റർ ചക്രവർത്തി. എന്തെങ്കിലും തുണിക്കഷ്ണായി കൊടുക്കണം. ക്ലോസ് ക്ലോസ്. ആരാ നോക്കി? മിസ്റ്റർ ശിവറാം ഇല്ലേ? I am Augustin Joseph from enforcement. ഇരിക്കണം സാർ. സോറി മിസ്റ്റർ ശിവറാം, എനിക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇതാ സെർച്ച് വാറന്റ്. എല്ലായിടത്തും സെർച്ച് ചെയ്യൂ. സാർ, എനിക്ക് പറ്റിയ അബദ്ധം. ഒരബദ്ധം ആർക്കും പറ്റാം, പക്ഷേ അബദ്ധങ്ങൾ മാത്രം പറ്റുമ്പോഴോ? CI ശിവറാം DYSP ശിവറാമായി മാറിയപ്പോൾ ഇതുപോലൊരു വീടും വലിയൊരു ബാങ്ക് ബാലൻസും.
സോറി മിസ്റ്റർ ശിവറാം, മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. നാട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നു എന്നല്ലേ ഞാൻ കരുതിയത്. എപ്പോ വന്നു? രാവിലെ. വിശേഷം വല്ലതും? ഏയ്, വിശേഷമൊന്നായിട്ടില്ല. വന്ന ഉടനെ പഴയതുപോലെ ചടപടയെന്ന് തിരിച്ചു പോക്കുന്നുണ്ടാവില്ലല്ലോ. ഏതായാലും കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഇല്ല. കുറച്ചു ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവും. എന്റെ മോനെ കണ്ടു എവിടെയെങ്കിലും? കണ്ടു. കണ്ടോ? അവൻ വരുമോ? വരും. അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ മോനെ ഞാൻ കുറേയേറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പ്രസീതയെയും ഞാൻ കുറെ കരയിപ്പിച്ചു. എന്നെ മാറ്റിയെടുത്തത് അമ്മയുടെ മോനാണ്. എന്റെ ജീവൻ പോലും എനിക്ക് തിരിച്ചു കിട്ടി. ശാരിയുടെ മരണത്തിൽ പോലും അറിയാതെയാണെങ്കിലും ഒരു ചെറിയ ശാരിയുടെ മരണം സാറിനെ ആകെ തകർത്ത് കളഞ്ഞു. അമ്മയെ നേടാൻ പോലും സാർ പഠിക്കുന്നത്. തമ്പി, എനിക്കെന്റെ മോൻ ഉടനെ കാണണം. അവൻ എവിടെ ഉണ്ടെങ്കിലും അവൻ ഉടനെ വരാൻ പറയണം. പ്രസീതേ, ശാരി മരിച്ച വിവരം അമ്മ അറിഞ്ഞിരുന്നില്ലേ? നാട്ടിൽ നിന്ന് തമ്പിയുടെ ടെലഗ്രാം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്. എനിക്കൊന്ന് അവിടം വരെ പോണം. അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുകൂടെ? അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇനി അമ്മയെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല. നല്ല കാര്യം. എനിക്കും അപ്പോ ഒരമ്മയെ കിട്ടുമല്ലോ. ആ, അധികം താമസിക്കണ്ട. ഇവിടെ നീ ഇല്ലെങ്കിൽ എല്ലാം താളം തെറ്റും. കാല് നഷ്ടപ്പെട്ട് നന്നായി എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ കിട്ടിയത്. വെറുതെ സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയല്ല. നമ്മൾ ബിസിനസ്സുകാർക്ക് അതുണ്ടാവില്ലല്ലോ. കുറച്ചു ദിവസത്തേക്കാണെങ്കിൽ പോലും നീ എന്നെ പിരിയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നീ എന്റെ ആരോ ആയിപ്പോയി. പോയി വരൂ. അവൻ വരുമോ? ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉണ്ണി വരുമോ? ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട്. ഉണ്ണീട്ടും വരും. എന്റെ ശാരി പോയി. എന്റെ മോൻ വരുമോ? വരും. എന്റെ ഉണ്ണി വരുമോ? ചക്രവർത്തി! ചക്രവർത്തി!
അങ്ങനെ കാലൊടിഞ്ഞ് ഞൊണ്ടിക്കുതിര മൂക്കും കുത്തി വീണു. ശിവരാമ, പാട്രിക്ക് പറഞ്ഞതാ. അവന്മാർ നിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരുത്തന്റെ എങ്കിലും രോമം പറിക്കാൻ നിനക്ക് കഴിഞ്ഞോ? നടക്കുന്നു DYSP. കുപ്പായ ഒരു പെട്ടി വെച്ചിരിക്കല്ലേ? പാറ്റക്കെ, ശവത്തിൽ കുത്തരുത്. ഇവിടെ മനുഷ്യൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഒരു ഉളുത്തിയ വർത്തമാനം. യെസ്, സാർ പറഞ്ഞതുപോലെ ബോഡി ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. കൊള്ളാം, മിടുക്കന്മാർ. ചക്രവർത്തി തിരിച്ചു വരുമ്പോ കാണാൻ അവന്റെ ശവം പോലും ഉണ്ടാവില്ല ശിവരാമ. പാട്രിക്, ബി കെയർഫുൾ. ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല ഇത്. അവനെ സൂക്ഷിക്കണം. ആരെ? ചക്രവർത്തിയെ. അവൻ വരട്ടെ. അവൻ വരുമ്പോ നിറപറയ നിലവിളക്കുമായി നമുക്ക് സ്വീകരിക്കാം. എന്താ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം ഇയാളുടെ ഇഷ്ടം. ഇന്നെനിക്ക് ചിരിക്കാനുള്ള ദിവസമാ. എനിക്കിന്ന് ഇഷ്ടം പോലെ ചിരിക്കണം. എന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. വരട്ടെ പാട്രിക്, ഞാൻ വരുവടോ. ബൈ. എന്താ ശക്തി? ചക്രവർത്തി അപകടത്തിലാണെന്ന് ആരോ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കൊല്ലാൻ ഒരുക്കിയ കെണിയായിരുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അവസാനം ഒരു നോക്ക് കാണാൻ മൃതദേഹം പോലും ആ ദുഷ്ടന്മാര് തന്നില്ല. ആ പാട്രിക്കും എഡ്വിനും ശിവറാമും ഒക്കെ ചേർന്നാണ് അദ്ദേഹത്തെ കൊന്നത്. എടുത്ത് മാറ്റാ.
ഒരു സാമ്രാജ്യത്തിന് 2 ചക്രവർത്തിമാർ പാടില്ല. ഒന്നുകിൽ എഡ്വിൻ അല്ലെങ്കിൽ ഉണ്ണി. അവൻ എന്നെ അന്വേഷിച്ച് വരും. സ്റ്റേഡിയത്തിലുണ്ടെന്ന് പറഞ്ഞേരെ. ഞങ്ങളും കൂടെ വരാം. വേണ്ട, നിങ്ങൾ ആരും വേണ്ട. ഞാൻ തന്നെ അവനെ നേരിട്ടോളാം.